അപ്പോൾ നാളെ എല്ലാവർക്കും നമ്മളുടെ CGL 2024 Tier 2ൻ്റെ എക്സാമാണ്, മെയിൻസിൻ്റെ എക്സാമാണ്. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. ഇപ്പോൾ ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നാളത്തെ എക്സാമിനെ പറ്റി കുറച്ച് കാര്യം നിങ്ങളടുത്ത് പറയാനാണ്. അപ്പോൾ നാളെ നിങ്ങൾക്ക് സെക്ഷൻ 1 ഉണ്ട്, സെക്ഷൻ 2, അതുപോലെ കമ്പ്യൂട്ടറിൻ്റെ എക്സാം അതിൻ്റെ കൂടെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ടൈപ്പിംഗ് ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് സെക്ഷൻ 1 ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ചെയ്യേണ്ട കാര്യം, നിങ്ങൾക്ക് 90 ക്വസ്റ്റ്യൻസിൽ അല്ലെങ്കിൽ 90 മാർക്കിന് മാത്സ് ഉണ്ട്, 90 മാർക്കിന് റീസണിംഗ് ഉണ്ട്. അപ്പോൾ ഇതിൽ ഓരോ ക്വസ്റ്റ്യനും നിങ്ങൾക്ക് കിട്ടുന്നത് 30 ക്വസ്റ്റ്യൻ മാത്സും 30 ക്വസ്റ്റ്യൻ റീസണിങ്ങുമാണ്. ഓരോ ക്വസ്റ്റ്യനും 3 മാർക്ക് വെച്ചാണ്. ഒരു ക്വസ്റ്റ്യൻ തെറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് 1 മാർക്ക് നഷ്ടപ്പെടും. അപ്പോൾ എപ്പോഴും മനസ്സിൽ വെക്കേണ്ട ഒരു കാര്യം, എപ്പോൾ നിങ്ങൾ എക്സാം പോയാലും നാളെ നിങ്ങൾ എക്സാം എഴുതുന്ന സമയത്ത് എപ്പോഴും മനസ്സിൽ വെക്കേണ്ടത് ഒരു ക്വസ്റ്റ്യന് എനിക്ക് 3 മാർക്കേ കിട്ടത്തുള്ളൂ. അതിന് റീസണിങ്ങിൻ്റെ ക്വസ്റ്റ്യൻ ആയാലും മാത്സിൻ്റെ ക്വസ്റ്റ്യൻ ആയാലും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ഫസ്റ്റ് നിങ്ങൾ മാത്സ് എഴുതുന്നവർ കാണും, ഫസ്റ്റ് റീസണിങ് എഴുതുന്നവർ കാണും. എൻ്റെ ഒരു പേഴ്സണൽ സജഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ റീസണിങ് എഴുതുക. അതിൽ ഒരു 20 ക്വസ്റ്റ്യനെങ്കിലും ചെയ്യാൻ നോക്കുക. പറ്റുന്നത് മാക്സിമം പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നത് ഏറ്റവും എളുപ്പത്തിൽ ചെയ്ത് തീർക്കുക. സമയമൊന്നും നോക്കണ്ട. അതിന് നോക്കുന്നു, ക്വസ്റ്റ്യൻ ആൻസർ കിട്ടുന്നുണ്ട്, 30 സെക്കൻഡ് കിട്ടുന്നുണ്ടെങ്കിൽ കിട്ടുന്നു, അല്ലെങ്കിൽ കളഞ്ഞേക്ക്, വേണ്ട. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുന്നു. ചിലപ്പം എളുപ്പമായിട്ട് തോന്നുന്ന ക്വസ്റ്റ്യൻ ആയിരിക്കും, നമ്മൾ സ്റ്റക്കായി പോകരുത്. എത്രയും പെട്ടെന്ന് 15 കുഴപ്പമില്ല, കിട്ടും നിങ്ങൾ ചെയ്യാം. മാത്സും അതേപോലെ എടുക്കുക. മാത്സ് നിങ്ങൾ പഠിച്ചത് ഏറ്റവും എളുപ്പം ചെയ്യാൻ പറ്റുന്നത് ഏറ്റവും എളുപ്പം ചെയ്ത് തീർക്കുക. അങ്ങനെ നിങ്ങളുടെ അക്കൗണ്ടിൽ ഒരു പകുതി സമയം ആകുമ്പോഴത്തേക്കും നിങ്ങൾ ഈ ഒരു ടോട്ടൽ 60 ക്വസ്റ്റ്യനിൽ നിന്നും ഒരു 40 അല്ലെങ്കിൽ 30 ക്വസ്റ്റ്യനെങ്കിലും ചെയ്തിരിക്കുന്ന ഒരു ലെവലിലോട്ട് എത്തണം, റീസണിങ്ങും മാത്സും. ഇനി ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിക്കാണും ടോട്ടൽ ഓവറോൾ എങ്ങനെയാണ് എക്സാമിൻ്റെ ഒരു കിടപ്പെന്ന്. അപ്പോൾ ഈ 30 മിനിറ്റിൽ എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യുന്നത്. നിങ്ങളൊരു 40+ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. നന്നായിട്ട് പഠിച്ചവരാണെങ്കിൽ 40 to 45 നിങ്ങൾ ചെയ്തിരിക്കും. 40 ക്വസ്റ്റ്യൻ എന്തായാലും നിങ്ങൾ ചെയ്തിരിക്കും, നന്നായിട്ട് പഠിച്ചവരാണെങ്കിൽ എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഇനി ഉള്ളത് കുറച്ച് ടൈം കൺസ്യൂമിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ റീസണിങ്ങിലേക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് പോവാം. റീസണിങ് പോയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ചിലർക്ക് നിങ്ങൾ സ്റ്റക്കായി പോകും. അപ്പോൾ എൻ്റെ ഒരു സജഷൻ, നിങ്ങൾ മാത്സ് പഠിച്ചിട്ടുള്ളവരാണെങ്കിൽ മാത്സ് തന്നെ ചെയ്യാൻ നോക്കുക. എന്നിട്ട് കുറച്ച് കാൽക്കുലേറ്റീവ് ആയിട്ടുള്ളത്, ഒരുപാട് ചെയ്യാൻ പറ്റാത്തത് വിട്ടേക്കുക. എന്നിട്ട് മാത്സിൻ്റെ നോർമലായിട്ട് നിങ്ങൾ പ്രിലിംസിൽ എങ്ങനെയാണോ സെക്കൻഡ് റൗണ്ട് പോയത് DA ഒക്കെ ചെയ്യുക. മാക്സിമം ഈ അറ്റംപ്റ്റ് കൂട്ടുക. അങ്ങനെ അറ്റംപ്റ്റ് കൂട്ടിയിട്ട് എന്ത് ചെയ്യാൻ നോക്കുക, ഈ ഒരു 60 ക്വസ്റ്റ്യനിൽ ഒരു 50 എത്തിക്കാൻ നോക്കുക. ഞാൻ പറഞ്ഞത് ഒരു നന്നായിട്ട് പഠിച്ചിട്ട് പോകുന്ന ഒരാൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. അപ്പോൾ നിങ്ങൾ അതിൻ്റെ മാക്സിമം, നിങ്ങൾക്ക് പറ്റുന്ന മാക്സിമം ചെയ്യുക. ബാക്കി ലാസ്റ്റ് റീസണിങ്ങിൽ പോവുക. ലാസ്റ്റ് റീസണിങ്ങിൽ മാത്സിൽ കിട്ടാത്തത് അവിടെ നിൽക്കട്ടെ, റീസണിങ്ങിൽ പോയിട്ട് ബാക്കി ഇതേപോലെ മോഡറേറ്റ് ആയിട്ടുള്ളത് അവിടെ നിന്നും കിട്ടും. അപ്പോൾ അങ്ങനെ നിങ്ങളൊരു 50+ ചെയ്താൽ തന്നെ നിങ്ങളുടെ കോൺഫിഡൻസ് കൂടും. ഇപ്പോൾ 50 മിനിറ്റ്, ബാക്കി ഒരു 10 മിനിറ്റിൽ നിങ്ങൾക്ക് 10 ക്വസ്റ്റ്യൻ ചെയ്യാനുണ്ടെങ്കിൽ പോലും നിങ്ങൾ 50+ ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കോൺഫിഡൻസ് അവിടെ കൂടിയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, മാത്സിലെ പാടായിട്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ നിങ്ങളുടെ അറ്റംപ്റ്റ് മാക്സിമം ആക്കുക. അപ്പോൾ ഇങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് 60 ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ ചെയ്തിട്ട് നിങ്ങൾ ഈ ഒരു സെക്ഷൻ 1 കംപ്ലീറ്റ് ആക്കുക. സെക്ഷൻ 2 നിങ്ങൾക്ക് ടൈമിൻ്റെ ഒരു പ്രശ്നമില്ല. സെക്ഷൻ 2 നിങ്ങൾക്ക് ആവശ്യം പോലെ സമയമുണ്ട്. ഇംഗ്ലീഷ് പഠിച്ചത് എഴുതുക. 45 ക്വസ്റ്റ്യൻ പഠിച്ച കാര്യങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ എഴുതുക. ഒരിക്കലും കറക്കി കുത്താൻ നിൽക്കരുത്. കറക്കി കുത്തേണ്ട ആവശ്യമില്ല, ഒരിക്കലും കറക്കി കുത്തരുത്. കാര്യം 1 മാർക്കാണ് അവിടെ നഷ്ടപ്പെടുന്നത്. എന്നും പറഞ്ഞ് നമ്മൾ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണെങ്കിൽ അത് എഴുതിയിരിക്കണം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, പ്രീവിയസ് ഒക്കെ അതിനാണ് നമ്മൾ പ്രീവിയസ് വർക്കൗട്ട് ചെയ്തിട്ട് പോകുന്നത്. പ്രീവിയസ് പഠിച്ച ഒരാൾക്ക് മനസ്സിലാവും ഇത് എളുപ്പമാണോ പാടാണുള്ളത്. ഒരുപാട് പ്രയാസമുള്ളതാണെങ്കിൽ കറക്കാൻ നിൽക്കരുത്. ഓക്കെ. അപ്പോൾ അത്യാവശ്യം അറ്റംപ്റ്റ് വേണം. അറ്റംപ്റ്റ് ചെയ്യാതിരുന്നാലും പണിയാണ്. അറ്റംപ്റ്റ് വേണം, പക്ഷേ കറക്കി കുത്തി ആൻസർ കളയരുത്. നിങ്ങൾ അത്യാവശ്യം പഠിച്ചവരാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. കോമ്പിനേഷനൊക്കെ നിങ്ങൾക്ക് വായിച്ചെടുക്കാൻ പറ്റും. പിന്നെ GKയുടെ കാര്യം, GK നിങ്ങൾ നന്നായിട്ട് റിവൈസ് ചെയ്തിട്ട് പോയവരാണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അത്യാവശ്യം നോക്കിയിട്ടുണ്ട്. എന്താ പറയുക, ഒരിക്കലും ടെൻഷനായിട്ടിരിക്കേണ്ട. പറ്റുന്നത് എഴുതുക. നിങ്ങൾക്ക് അറിയാവുന്ന ക്വസ്റ്റ്യൻസ് എഴുതുക. 25 ക്വസ്റ്റ്യനിൽ ഏകദേശം ഒരു 15 എഴുതാൻ നോക്കുക. നോക്കുക. 10+ എന്തായാലും എഴുതിയിരിക്കണം. 10+ നിങ്ങൾ എന്ത് ചെയ്യണം, അറ്റൻഡ് ചെയ്യാൻ നോക്കുക. അത് ലക്ക് ബേസ്ഡാണ്. നിങ്ങൾ പഠിച്ചത് വന്നാൽ ഓക്കെ, അല്ലെങ്കിൽ കുഴപ്പമില്ല. നിങ്ങൾക്ക് പാടാണെങ്കിൽ എല്ലാവർക്കും പാടാമെന്ന് വിചാരിക്കുക. അവിടെ പിന്നെ ഇനി ചാൻസ് എടുക്കേണ്ട ആവശ്യമില്ല. ഇനി നിങ്ങൾ GK കുത്തിയിരുന്ന് വായിക്കുകയൊന്നും വേണ്ട. രാത്രി കഴിഞ്ഞു, പഠിത്തമൊക്കെ മതി. ഇനി ആരും രാത്രി ലേറ്റായിട്ടിരുന്ന് നോക്കേണ്ട ആവശ്യമില്ല. റിലാക്സ് ആയിട്ട് പോയി കിടന്ന് ഉറങ്ങും. പിന്നെ കമ്പ്യൂട്ടറും ജസ്റ്റ് എന്ത് ചെയ്യുക, കൂളായിട്ട് എഴുതുക. സമയമുണ്ട്. 10 ക്വസ്റ്റ്യൻ ശരിയാക്കുന്ന രീതിയിൽ എഴുതാം. ഓക്കെ. പിന്നെ ടൈപ്പിങ്ങിൻ്റെ കാര്യം പറയാനുള്ളത്, ആരും ടെൻഷൻ ആവണ്ട. ചിലപ്പോൾ കഴിഞ്ഞ തവണ CHSL എക്സാമിന് ടൈപ്പിങ്ങിന് നമ്മുടെ കീബോർഡിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം നിങ്ങൾക്ക് കുറച്ചുകൂടെ സമയം കിട്ടും. CHSL കുറച്ചുകൂടെ സ്പീഡ് വേണമായിരുന്നു. ഇവിടെ കുറച്ചുകൂടെ ടൈം നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ സമാധാനമായിട്ടിരുന്ന് ടൈപ്പ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ടച്ച് ടൈപ്പിംഗ് ഉള്ളവർക്ക് അങ്ങനെ ചെയ്യാം. ടൈപ്പിങ്ങിൻ്റെയൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ പഠിച്ചവർക്ക്, അന്നേ ചെയ്തവർക്ക് ചെയ്യാം. നിങ്ങളല്ലാതെ ചെയ്യുകയാണെങ്കിൽ കുഴപ്പമില്ല. ഇനിയിപ്പം അതൊന്നും മാറ്റാൻ നിൽക്കേണ്ട. ടൈപ്പ് നിങ്ങളുടെ സ്പീഡിൽ ചെയ്യുക. വലിയ സ്പീഡൊന്നും ആവശ്യമുള്ളതല്ല.
ചെയ്യുക. എന്നിട്ട് വീണ്ടും നിങ്ങൾക്ക് മേളിൽ പോയി കറക്റ്റ് ചെയ്യാനൊക്കെ പറ്റും. ടൈപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് അവിടെ ഫുള്ള് കഴിഞ്ഞാൽ പിന്നെ നിർത്തിയിട്ട് പോകണമെന്നല്ല. സമയം നിങ്ങൾക്ക് 10 മിനിറ്റ് അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ 15 മിനിറ്റ് ഉണ്ടെങ്കിൽ അതിന് തീരുന്നവരെ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, അത് കറക്റ്റൊക്കെ ചെയ്യാം. ജസ്റ്റ് ഒക്കെ ഒന്ന് കറക്റ്റ് ചെയ്ത് കൂളായിട്ട് എക്സാം എഴുതിയിട്ട് വരിക. പിന്നെ ടെൻഷനൊന്നും ആവേണ്ട ഒരാവശ്യമില്ല. മാക്സിമം നിങ്ങൾ കൊടുക്കുക. കാര്യം ഇപ്പം നമുക്ക് 8th പേ കമ്മീഷനും അതൊക്കെ വന്നു. അതൊക്കെ നിങ്ങളുടെ ഈ ഒരു എക്സാമിന് പഠിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ എക്സാം കിട്ടണം എന്നുള്ള ചിന്തയെ ബൂസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ്, മോട്ടിവേഷൻ തരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് ഓർക്കുക, കുഴപ്പമില്ല, നല്ലതാണ്. അപ്പോൾ അതൊക്കെ ഓർത്ത് മാക്സിമം നന്നായിട്ട് എക്സാം എഴുതാൻ എല്ലാവർക്കും പറ്റട്ടെ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. നന്നായിട്ട് എഴുതാം. ഓക്കെ.